ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നിലവിലെ ജേതാക്കളായ അർജന്റീന ഗ്രൂപ്പ് ജെയിലാണ് ഇപ്പോൾ ഇടം കണ്ടെത്തിയിട്ടുള്ളത്. ഓസ്ട്രിയ, അൾജീരിയ, അതുപോലെ തന്നെ ജോർദാൻ എന്നിവരാണ് അർജന്റീനയുടെ എതിരാളികളായിക്കൊണ്ട് വരുന്നത്. ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനക്കാരായിക്കൊണ്ട് തന്നെ അർജന്റീന അടുത്ത റൗണ്ടിലേക്ക് പ്രവേശനം ഉറപ്പാക്കും എന്നാണ് ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അർജന്റീന സമീപകാലത്ത് മികച്ച പ്രകടനമാണ് പുറത്തെടുക്കുന്നത്. ഓസ്ട്രിയൻ പരിശീലകൻ അത് നമുക്കെല്ലാവർക്കും സുപരിചിതനായ ഒരു വ്യക്തിയാണ്. മറ്റാരുമല്ല, റാൾഫ് റാഗ്നിക്കാണ് അവരുടെ മുഖ്യ പരിശീലകൻ. നേരത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലൊക്കെ ഉണ്ടായിരുന്ന റാൾഫ് റാഗ്നിക്കിന് കീഴിൽ സമീപകാലത്ത് നല്ല രൂപത്തിലാണ് ഓസ്ട്രിയ കളിക്കുന്നത്. ഏതായാലും ഈ ഒരു നറുക്കെടുപ്പിന് ശേഷം അർജന്റീനയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അർജന്റീന മിക്കവാറും തങ്ങൾക്ക് പണിയാകും, വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെയാണ് റാൾഫ് പറഞ്ഞിട്ടുള്ളത്. റാഗ്നിക്കിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ഏറ്റവും കടുത്ത എതിരാളികൾ അർജന്റീനയാണ്. അവരാണ് ബുദ്ധിമുട്ടുണ്ടാക്കുക. 4 വർഷങ്ങൾക്ക് മുൻപ് അവർ വേൾഡ് കപ്പ് നേടി എന്ന കാരണത്താൽ മാത്രമല്ല, വലിയ ഒരു ആധിപത്യം പുലർത്തിക്കൊണ്ടാണ് ഇത്തവണത്തെ വേൾഡ് കപ്പിന് അവർ വരുന്നത്, യോഗ്യത നേടിയിട്ടുള്ളത്. പോർട്ട് 1-ൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും കടുത്ത എതിരാളികളെ തന്നെയാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഡ്രോയുടെ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. കാരണം ജൂൺ 16-ാം തീയതി വരെ ഞങ്ങൾക്ക് മത്സരമില്ല. അപ്പോഴേക്കും കാലാവസ്ഥയുമായി പൊരുത്തപ്പെടാൻ ഞങ്ങൾക്ക് സമയം കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് ഓസ്ട്രിയൻ പരിശീലകനായ റാൾഫ് റാഗ്നിക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ജൂൺ 16-ാം തീയതി നടക്കുന്ന മത്സരത്തിൽ ജോർദാനാണ് ഓസ്ട്രിയയുടെ എതിരാളികൾ. പിന്നീട് ജൂൺ 22-ാം തീയതിയാണ് അർജന്റീനയും ഓസ്ട്രിയയും തമ്മിൽ ഏറ്റുമുട്ടുക. നിലവിൽ ഫിഫ റാങ്കിങ്ങിൽ 24-ാം സ്ഥാനത്തുള്ള ടീമാണ് ഓസ്ട്രിയ. ഗ്രൂപ്പിൽ അർജന്റീനയ്ക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളി സൃഷ്ടിക്കുന്ന ടീമും ഈ ഒരു യൂറോപ്യൻ ടീം തന്നെയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.